Shynibindhus world. നമുക്ക് എങ്ങനെ ഇന്നൊരു ഫേസ് വാഷ് ഉണ്ടാക്കാൻ നോക്കാം. സാധാരണ എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടാവും, നമ്മൾ സോപ്പ് എത്ര ബ്രൈറ്റൻ ആവുമെന്ന് പറഞ്ഞാലും അത് മുഖത്ത് യൂസ് ചെയ്യാൻ ഒരു കഷ്ടമായിരിക്കും. കാരണം ചിലർക്കെല്ലാം നമ്മുടെ സോപ്പ് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ സ്കിന്നിനെ ഡ്രൈ ആക്കുന്നു, അതുപോലെ നമ്മുടെ pH ബാലൻസ് മെയിൻറ്റെയിൻസ് ആവില്ല എന്നൊക്കെ ധാരാളം പേര് സോപ്പ് ഉപയോഗിക്കാൻ മടിക്കുന്നവരുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്കൊക്കെ യൂസ്ഫുൾ ആയിരിക്കും ഇന്നത്തെ നമ്മുടെ വീഡിയോ. കാരണം നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഫേസ് വാഷാണ്. നമ്മളിന്ന് ഗോട്ട് മിൽക്ക് വെച്ചും അതുപോലെ തന്നെ അലോവേര ജെല്ലും ഗ്ലിസറിൻ ഇതെല്ലാം മിക്സ് ചെയ്ത് യൂസ് ചെയ്താണ് നമ്മളിന്നൊരു ഫേസ് വാഷ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിൽ നമ്മൾ ഗോട്ട് മിൽക്ക് ബേസ് യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഗോട്ട് മിൽക്കിൽ ധാരാളം പ്രോട്ടീൻസും വിറ്റാമിൻസും അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഇത് നമ്മുടെ സ്കിന്നിനെ വൈറ്റൻ ചെയ്യാനും അതുപോലെ നമ്മുടെ സ്കിന്നിനെ സോഫ്റ്റ് ആയിട്ട് വെച്ചിരിക്കാനും അതുപോലെ മോയ്സ്ചറൈസ് ആയിട്ട് വെച്ചിരിക്കാനും ഒക്കെ ഇത് സഹായിക്കുന്നു. ഇതിൽ അലോവേര ജെൽ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഇത് നമ്മുടെ സ്കിന്നിനെ ചുളിവുകളൊന്നും ഇല്ലാതെ സംരക്ഷിക്കാനും അതുപോലെ നമ്മുടെ സ്കിന്നിനെ എപ്പോഴും ഒന്ന് യങ് ആയിട്ട് വെച്ചിരിക്കാനും സഹായിക്കുന്നു. പിന്നെ ഇതിൽ ഗ്ലിസറിൻ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഇത് നമ്മുടെ സ്കിന്നിനെ ഡ്രൈ ആക്കാതെ സോഫ്റ്റ് ആയിട്ട് മോയ്സ്ചറൈസ് ആയിട്ടും വെച്ചിരിക്കാൻ സഹായിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ സ്കിന്നിൽ ബ്രേക്ക് ഔട്ട്സോ ഡ്രൈനെസ്സോ ഒന്നും വരത്തില്ല. pH ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ ഇത് സഹായിക്കുന്നു. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അതിന് മുമ്പ് പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അതിനടുത്തുള്ള കുഞ്ഞു ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, അതിലാണെന്ന് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ തന്നെ ഭാവിയിലിടുന്ന എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. ലെറ്റ്സ് സ്റ്റാർട്ട്. നമുക്ക് ആദ്യം വേണ്ടത് ഗോട്ട് മിൽക്ക് ബേസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഗ്ലിസറിൻ ബേസ് വേണമെങ്കിലും എടുക്കാം. അപ്പം ഗോട്ട് മിൽക്കിൽ കൂടുതൽ ബെനിഫിറ്റ്സ് കിട്ടുന്നതുകൊണ്ടാണ് ഞാൻ ഗോട്ട് മിൽക്ക് ബേസ് എടുത്തിരിക്കുന്നത്. അപ്പം നമുക്കിതിനായിട്ട് ആദ്യം 25 ഗ്രാം ഗോട്ട് മിൽക്ക് ബേസ് എടുക്കാം. അപ്പം ഞാനിതിലേക്ക് കട്ട് ചെയ്തിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ 25 ഗ്രാം ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പം നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പം ഞാനിതൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിടണം. അപ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് മെൽറ്റ് ആകും. നമുക്കിതൊന്ന് ഹീറ്റ് ചെയ്തെടുക്കാം. അതിന് വേണ്ടി ഞാനിവിടെ ഒരു 3/4 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. ഈ ഗ്ലാസ്സിൽ 3/4 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. അത് ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നു. എന്നിട്ട് നമുക്കൊന്ന് ഇതിനെ മെൽറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ വെള്ളം ചൂടാകാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്കതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒന്നുമില്ലാതെ എല്ലാം ഒന്ന് മെൽറ്റായി കിട്ടണം. ഒന്ന് മെൽറ്റ് ആവട്ടെ. നമുക്കൊന്ന് തീ കുറച്ച് വെച്ച് കൊടുക്കാം. അപ്പോൾ എല്ലാം മെൽറ്റ് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തീ ഓഫ് ആക്കാം. ഇനി നമുക്കിതൊന്ന് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാനാണ് പറഞ്ഞത്. പക്ഷേ ഇത് 1 മണിക്കൂർ അങ്ങനെ വെച്ചാൽ തന്നെ ഈ കൺസിസ്റ്റൻസി എനിക്ക് കിട്ടിയുള്ളൂ. അരമണിക്കൂറിൽ ആയില്ല. ഇപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് അടുത്തായിട്ട് ആഡ് ചെയ്യേണ്ടത് അലോവേര ജെല്ലാണ്. അപ്പം ഞാനിവിടെ 2 സ്പൂൺ അലോവേര ജെല്ല് ഇട്ട് കൊടുക്കും. ഞാൻ 2 സ്പൂൺ അലോവേര ജെല്ല് ഇട്ടിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്ക് വേണ്ടത് ഗ്ലിസറിനാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഡ്രൈ സ്കിൻ ആണെങ്കിൽ കൂടുതൽ ആഡ് ചെയ്യാം. ഞാനിവിടെ ഒരു 10 തുള്ളിയൊക്കെ ആഡ് ചെയ്യുന്നുള്ളൂ. എൻ്റെ ഒരു പഴയ ഒരു ബോട്ടിൽ വെച്ചിരുന്നതിരുന്നു, അത് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാനൊരു 5-6 തുള്ളിയൊക്കെ തന്നെ ഞാൻ ആഡ് ചെയ്യുന്നു. കാരണം എനിക്ക് ഓയിലി സ്കിൻ ആയതുകൊണ്ട് നിങ്ങൾക്കൊരു 10 തുള്ളിയൊക്കെ ആഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഗ്ലിസറിന് പകരമായിട്ട് ആൽമണ്ട് ഓയിലൊക്കെ ആഡ് ചെയ്യും. കാരണം ആൽമണ്ട് ഓയിൽ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ ബെനിഫിറ്റ്സ് ആണ്. കാരണം നമ്മുടെ സ്കിന്നിനെ ഒന്ന് ബ്രൈറ്റൻ ചെയ്യാൻ സഹായിക്കും ആൽമണ്ട് ഓയിൽ. ഞാനിവിടെ ഗ്ലിസറിൻ തന്നെയാണ് ആഡ് ചെയ്ത് കൊടുത്തത്. അടുത്ത് ഞാൻ ആഡ് ചെയ്യുന്നത് റോസ് വാട്ടറാണ്. അപ്പോൾ ഞാനത് ഒരു സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ ഞാൻ 1 സ്പൂൺ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നിങ്ങളൊരു വിസ്ക് എന്തെങ്കിലും വെച്ച് മിക്സ് ചെയ്താൽ അത് ഈസി ആയിരിക്കും. ഞാൻ ബ്ലെൻഡർ വെച്ച് ഇനി മിക്സ് ചെയ്യാൻ പോവുകയാണ്. അപ്പോഴാണ് നമുക്ക് ആ ഒരു ക്രീമി കൺസിസ്റ്റൻസി കിട്ടുകയുള്ളൂ. ഞാൻ ബ്ലെൻഡർ വെച്ച് ഒന്ന് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുകയാണ്. നമുക്ക് നന്നായിട്ടൊരു ക്രീമി കൺസിസ്റ്റൻസി വരാൻ തുടങ്ങിയിട്ടുണ്ട്. കുറച്ചുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. നിങ്ങളെന്തെങ്കിലും ഒരു വിസ്ക് എന്തെങ്കിലും വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കണ്ടോ, നമ്മുടെ ആ ഒരു നല്ലൊരു ക്രീമി കൺസിസ്റ്റൻസി വന്നിട്ടുണ്ട്. കണ്ടോ, അപ്പോൾ നമ്മുടെ ഫേസ് വാഷ് ഇവിടെ റെഡിയാണ്. ഇനി നിങ്ങൾക്ക് ഇതിൽ വേണമെങ്കിൽ പ്രിസർവേറ്റീവ് ആഡ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഒരു ചെറിയ ക്വാണ്ടിറ്റിയാണ് ആഡ് ചെയ്തതും പിന്നെ നമ്മൾ വെള്ളം തിളപ്പിച്ചാണ് ചെയ്തതും. അതുകൊണ്ട് ഞാനിവിടെ പ്രിസർവേറ്റീവ് ആഡ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ആഡ് ചെയ്യാം. ഇത് ഫേസ് വാഷായിട്ടും ബോഡി വാഷായിട്ടും ഒക്കെ യൂസ് ചെയ്യാം. ഇനി നമുക്കിതിനെ ഒരു ബോട്ടിലോട്ട് മാറ്റാം. കണ്ടോ, ഇതിൻ്റെ കൺസിസ്റ്റൻസി കണ്ടോ, ഒരു
കണ്ടോ, ഒരു ക്രീമി കൺസിസ്റ്റൻസി. ഇനി നമുക്കിതിനെ ഒരു ബോട്ടിലോട്ട് മാറ്റാം. അപ്പോൾ ഞാനിങ്ങനെ ഒരു പമ്പ് ചെയ്യുന്ന ബോട്ടിലേക്ക്, ഒരു പഴയ ബോട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ പ്രിസർവേറ്റീവ് ആഡ് ചെയ്യാം. ഫിനോക്സി എത്തനുള്ളൊരു 3 തുള്ളിയൊക്കെ ആഡ് ചെയ്ത് വെച്ചാൽ കുറേ ദിവസം നമുക്ക് വച്ച് യൂസ് ചെയ്യാം. നമ്മളിതിൽ അലോവര ആഡ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് എക്സ്ട്രാ ബെനിഫിറ്റ്സ് കിട്ടുകയും ചെയ്യും. നമ്മുടെ സ്കിന്നിലെ pH വാല്യൂ ബാലൻസ് ചെയ്യുകയും ചെയ്യും. നമ്മുടെ സ്കിന്നിനെ ഒന്നും ഡ്രൈ ആക്കില്ല. അപ്പോൾ നമുക്കിങ്ങനെ എടുത്ത് കണ്ടോ, കയ്യിലെടുത്ത് കണ്ടോ, ഒരു ക്രീമി കൺസിസ്റ്റൻസി ഒരു ഫേസ് വാഷിൻ്റെ ഇങ്ങനെ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നു. അപ്പോൾ നമ്മുടെ ഫേസ് വാഷ് ഇവിടെ റെഡിയാണ്. ഇതിൽ നമ്മൾ ഗോട്ട് മിൽക്കും അലോവര ജെല്ലും ഗ്ലിസറിനും ഒക്കെ യൂസ് ചെയ്തത് കൊണ്ട് തന്നെ ഇത് നമ്മുടെ സ്കിന്നിനെ മോയ്സ്ചറൈസ് ആയിട്ട് വെച്ചിരിക്കാനും അതുപോലെ 2-3 പ്രാവശ്യമൊക്കെ യൂസ് ചെയ്താലും ഇത് നമ്മുടെ സ്കിന്നിനെ ഡ്രൈ ആക്കില്ലെന്ന് മാത്രമല്ല മോയ്സ്ചറൈസ് ആയിട്ട് വെച്ചിരിക്കും, നമ്മുടെ സ്കിന്നിനെ ഒന്ന് ബ്രൈറ്റൻ ചെയ്യാനും സഹായിക്കുന്നു. ഇതെടുത്ത് വെള്ളം നനച്ച് വെച്ചുകൊണ്ട് 1 മിനിറ്റ് നന്നായിട്ടൊന്ന് മസാജ് ചെയ്യുക. മസാജ് ചെയ്തതിന് ശേഷം വാഷ് ചെയ്തിട്ട് ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യും. അപ്പോൾ ഇത്രയാണ് വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ, കമൻറ്റ്. അടുത്ത വീഡിയോ വന്നായിരിക്കും. ഗുഡ് ബൈ.